ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. CPM-ൻ്റെ പഴയകാല ഒരു മുദ്രാവാക്യമാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്നുള്ള ഒരു മുദ്രാവാക്യം. സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ CPM ഇപ്പോൾ എത്രയോ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് ഈ പാവപ്പെട്ടവനും അധ്വാനിക്കുന്ന വിഭാഗങ്ങളും ഒന്നും ഇവിടെ CPM-ന് ഇപ്പോൾ ആരുമല്ല. അധ്വാനിക്കുന്ന പാടത്തും പറമ്പിലും പണിശാലകളിലും പണിയെടുക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലാളികളെന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇങ്ങനെ ജാഥകളിൽ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അവരൊക്കെ ഇപ്പം കൂടുതൽ ബംഗാളികളാണ്. മലയാളികളാരും പാടത്തും പറമ്പിലും ഒന്നും പണിയെടുക്കാൻ പോണില്ല. ഇനി എന്തായാലും ഈ പാവങ്ങൾക്ക് വേണ്ടി CPM ഇപ്പം നിലകൊള്ളുന്നുമില്ല. അവർക്ക് ഈ മറ്റേ NGOമാരും വൈറ്റ് കോളർ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും പ്രമാണിമാരും ഒക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ കൂട്ടുകാർ. നമുക്ക് അറിയാം, വ്യവസായികളാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഇവരുടെ സുഹൃത്തുക്കൾ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ പാർട്ടി പ്രസിഡൻറ്റ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകനും ഉൾപ്പെട്ട ഒരു വിവാദം. രണ്ട് വ്യവസായികളാണ്, ഒന്ന് UK ബേസ്ഡ് രണ്ട് വ്യവസായികളാണ് ഈ CPM എന്ന് പറയുന്ന ഈ പാർട്ടിയായിട്ട് അമ്മാനമാടുന്നത്. അതായത് മറ്റേ ഈ കുത്തക ബൂർഷ രാജ്യമെന്നൊക്കെ ഇവർ മുമ്പ് ലേബിൾ ചെയ്തിരുന്ന UK-യിലാണ് ഇപ്പോൾ ഇവരുടെ വേരോട്ടം കൂടുതലുള്ളൂ. അപ്പം UK-യിലെ പാർട്ടി ഘടകത്തിൻ്റെ മേധാവിയാണ് ഈ ഈ പാർട്ടിയെ ഇട്ട് വട്ടാൻ ചുറ്റിക്കുന്നതിൽ ഒരാൾ. മറ്റൊരാൾ വേറൊരു വ്യവസായി, അയാളും UK ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ തന്നെ പറ്റിച്ച് അല്ലെങ്കിൽ CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ പറഞ്ഞ ഈ ആളിൻ്റെ പരാതി പട്ടികയിലുണ്ട്, ലിസ്റ്റിലുണ്ട്. MA ഉണ്ട്, ഗോവിന്ദ മാഷിൻ്റെ മകനുണ്ട്, TV രാജേഷുണ്ട്, ഈ പറയുന്ന ശ്രീരാമൻ ഉണ്ട്, തോമസ് ഐസക് ഉണ്ട്. ഇതിനകത്ത് ഉൾപ്പെടാതെ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന പോലെയായി. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ വ്യവസായി അഴിമതി പണം വീതിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ പരാതികളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ പണക്കാരുടെയും കുത്തക ബൂർഷ വ്യവസായികൾ എന്നിവർ മുമ്പ് കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്ന ഈ ബൂർഷകളുടെ കൂടെയാണ് ഇപ്പോൾ ഇവരുടെ ചങ്ങാത്തം. അപ്പം അതേ ബേസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം പെട്ടിയിലാക്കി കൊണ്ടുപോകുന്ന ഒരു വ്യവസായി, അത് കണ്ട് പണ്ട് അവർ മുഷ്ടി ഉരുട്ടി മുദ്രാവാക്യം വിളിച്ചിരുന്ന പാവപ്പെട്ട കർഷകൻ വന്ന് നോക്കുകയാണ്. അപ്പോൾ ആ പാവപ്പെട്ട കർഷകൻ്റെ ആ വികാരമാണ് നമ്മൾ കാണുന്നത്. ഈ ബൂർഷ മുതലാളിയുടെ സൂട്ട് കേസിനകത്താണ് ഇപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ഇരിക്കുന്നത്. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കർഷകൻ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഇന്നത്തെ CPM-ൻ്റെ ഒരു ഗതി. ഇതാണ്. അതായത് വലിയവായിലെ ഈ വിപ്ലവം പറയും, പക്ഷേ അവരുടെ എല്ലാം ചങ്ങാത്തം ഈ വിപ്ലവ മുതലാളിത്തവുമായിട്ടാണ്. ഈ കാർട്ടൂണിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വരയിലോട്ട് കടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. മുതലാളി ഈ ഒരു വിദേശ വ്യവസായിയാണ് ഈ വന്നിരിക്കുന്നത്. വിദേശ വ്യവസായിയാണ് പെട്ടി തുറന്ന് ഈ കോരനെ കാണിക്കുന്നത്. അവൻ്റെ ആശയവും അഭിലാഷവുമായിരുന്ന ഈ പാർട്ടി ചിഹ്നത്തിനെ കാണിക്കുന്നത്. പാർട്ടി ചിഹ്നമൊക്കെ ഈ വ്യവസായികൾ വിലക്കെടുത്തിട്ട് കാലം കുറേയായി. നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം, ഈ CPM-ന് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ കാര്യമോ നാട്ടിലെ പ്രശ്നങ്ങളെക്കാളും കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഈ
കാര്യങ്ങളിലാണ്. ഇവർക്ക് ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ വിദേശ പര്യടനം ഭയങ്കര ഇവിടെ വന്ന് തള്ളുന്നത്. ഈ വെള്ളപ്പൊക്കത്തിന് മറ്റേ നെതർലൻഡുമായിട്ട് ചേർന്നിട്ട് എന്തോ ഉണ്ടാക്കാൻ പോകണമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഈ ഉഡായിപ്പ് പരിപാടികളാണ് കംപ്ലീറ്റ് ഉള്ളത്. എന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര തള്ളുപടി. ഖജനാവിലെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് വെളിയിൽ വന്നത്. 25 രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി ചുറ്റി നടന്നിട്ട് ഒരു പ്രയോജനം കേരളത്തിന് 5 പൈസയുടെ പ്രയോജനം ഉണ്ടായില്ലെന്നാണ് ഈ കേരള KSIDCയുടെ വിവരാവകാശ രേഖയിൽ പറയുന്നത്. ഇതേ കണക്കാണ് എല്ലാ കാര്യങ്ങളും. വെറുതെ ഇങ്ങനെ ഈ വിദേശത്തുള്ള കുറേ ആസ്മാദികളുടെ അവതാരങ്ങളുടെ പുറകെ ഇവരിങ്ങനെ കെട്ടുകാഴ്ചകളായിട്ട് ഇങ്ങനെ എഴുന്നള്ളി നടക്കുകയാണ്. അപ്പോൾ കേരളത്തിനുള്ള ഒരു പ്രകാരം ഇന്ന് പൂരം നന്നാകണമെന്ന് ആനയ്ക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് ഒരു പഴമയുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിന് നല്ലതാകണമെന്നോ കേരളത്തിന് ഗുണമുണ്ടാകണമെന്നോ ഇവർക്ക് താല്പര്യമൊന്നുമില്ല. ഇവർക്ക് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മുഖ്യ അജണ്ട. അതിനുവേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കറങ്ങി നടക്കുന്നത്. ഇപ്പം ഓരോ രാജ്യങ്ങളും കയറി ഇറങ്ങി നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഓരോ തള്ളുണ്ട്. ഇവിടെ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും മറിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നടക്കത്തില്ല. ഇവിടെ അവിടുത്തെ വ്യവസായികൾ ഇവിടെ കൊണ്ടുവന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, അവരുമായിട്ട് സഹകരിച്ച് ഏതൊക്കെയോ പദ്ധതികൾ നടത്തും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി അടക്കം പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം വെറും പ്രഹസനമായിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ അഷ്ടിക്ക് തെണ്ടിക്കുത്തുവാള എടുത്തിരിക്കുന്ന ഖജനാവുമായിട്ട് ഇരിക്കുന്ന ഈ കേരളത്തിൻ്റെ ബജറ്റിൽ ലോകസമാധാനത്തിന് എത്രയോ കോടികൾ അനുവദിച്ച ഒരു തമാശക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അതേ കണക്ക് തന്നെ ഏതോ ആഫ്രിക്കൻ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എത്രയോ കോടി രൂപ അനുവദിക്കുക. ഇങ്ങനെയുള്ള തമാശ ഇവർക്ക് ഇവിടുത്തെ നാട്ടിലെ കാര്യങ്ങളെക്കാളും കൂടുതൽ ഇവരുടെ നോട്ടം ഈ വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾക്കാണ്. ഈ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഉത്കണ്ഠയില്ല. എല്ലാ ഇവരുടെ ശ്രദ്ധ ഇവരേതാണ്ട് ഇന്ത്യ ഗവൺമെൻറ് എന്നാണ് ഇവരുടെ ധാരണ. ഈ കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് എന്നാണ് ഇവരുടെ ധാരണ. അതനുസരിച്ചാണ് ഇവരുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത് കണക്കാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള പാർട്ടി പ്രതിനിധികളാണ് മണി ലോണ്ടറിങ് വരെ ചെയ്ത് നമ്മുടെ ഈ ഭരണഘടനയും സാമ്പത്തിക സ്ഥിതിയും വരെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ. എന്നിട്ട് അതൊന്നും ഇവർ അംഗീകരിക്കത്തില്ല. ഇപ്പം നേതാക്കന്മാർ ഒരുമാതിരി പുച്ഛരസത്തിൽ ഇളിച്ചോണ്ട് ബാക്കിയുള്ളവരെ കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ ഇളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് പത്രക്കാർ ചോദിക്കുമ്പോൾ. അതേസമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നേതാക്കന്മാർ പ്രതികരിക്കാതെ പോകുമ്പോൾ ഭയങ്കര പുകില. ഇവർ പ്രതികരിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ആവശ്യമില്ലാത്തതിന് പ്രതികരിക്കേണ്ട, അനാവശ്യ കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ നോക്കുമ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം അനാവശ്യമാണ്. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ എത്ര നിസ്സാരമാണെങ്കിലും ഇവർക്ക് ഭയങ്കര കാര്യമാണ്. അതിനെല്ലാം മറുപടി അപ്പം തന്നെ പറയണം. അതിന് അവർക്ക് പത്രക്കാർ അവരുടെ പുറകെ ചെല്ലുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ ഒന്നും യാതൊരു കുഴപ്പമില്ല. അത് ഇവരുടെയൊക്കെ ചോദിച്ചുകൂടാ. ഇവരുടെയൊക്കെ ഒന്നും കാരണങ്ങളൊന്നും ചോദിച്ചുകൂടാ, പ്രതികരണം ആരാഞ്ഞുകൂടാ. അതൊക്കെ അനാവശ്യമാണ്. അനാവശ്യ കാര്യങ്ങളെന്നാണ് ഈ പാർട്ടി സെക്രട്ടറിയും ഈ ജയരാജന്മാരും തോമസ് ഐസക്കും ഒക്കെ പറയുന്നത്. ഭയങ്കര കഷ്ടം തന്നെ ഇവരുടെ കാര്യം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട അരിവാൾ ചിറ്റ നക്ഷത്രം ഈ കുത്തക ബൂർഷ മുതലാളിയുടെ പണപ്പെട്ടിക്കുള്ളിൽ ആയതിനെപ്പറ്റി വിലപിക്കുന്ന, അതായത് അന്തം വിട്ട് നിൽക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിയാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്.